മണ്ണ് കടത്തിക്കൊണ്ട് അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും. കാരണം ഈ ജില്ലയിലെ ജനങ്ങൾക്ക് നന്നായിട്ട് ഞങ്ങളെയൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. ശ്രീ ജി സുധാകരൻ ഈ അമ്പലപ്പുഴ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോഴും ഈ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയെ സലാം മത്സരിക്കുന്നു, അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇവിടെ അങ്ങനെ ഓരോ ചുമതല എടുത്ത് ഓരോ സാക്കിൽ പ്രവർത്തിക്കുന്നു. ജില്ലാ സെക്രട്ടറി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ ജാതിയോ മതമോ ഞങ്ങളെയൊന്നും അങ്ങനെ ജാതീയമായി ഈ ജില്ലയിൽ ആരെങ്കിലും കാണുന്നുണ്ടോ? ഞങ്ങളെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങനെയല്ലേ? ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും, ഞങ്ങളത് തിരുത്തുകയും ചെയ്യും. പക്ഷെ ഞങ്ങളെയൊക്കെ ഇവിടുത്തെ ആളുകൾക്ക് അങ്ങനെയൊന്നും ഞങ്ങളെ ആരെയും ഞങ്ങളുടെ ജാതി എന്തുവെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഞങ്ങൾ എങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ എങ്ങനെ നടന്നാലോ ഞങ്ങൾ അങ്ങനെ ആളുകളുടെ ഇടയിൽ അവരോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ കാണിച്ച് ഞങ്ങൾ നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യത്തുള്ളൂ. അതിന് ഈ വ്യാജ സ്റ്റേറ്റ്മെന്റ് എല്ലാം നടത്തുന്നത് ഇപ്പം പറഞ്ഞല്ലോ, നാസർ സാഹ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഓരോരുത്തരെ കുറിച്ച് മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തും. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നല്ല ഈ ജില്ലയിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനങ്ങൾക്കൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് കണ്ടപ്പോഴുള്ള ഒരു വെപ്രാളവും കീരിയും എല്ലാം കൊണ്ടുവരുന്ന സ്റ്റേറ്റ്മെന്റ് അതൊക്കെ അത് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാമല്ലോ. എന്റെ ജാതി ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്റെ ജാതി ഇപ്പം പറഞ്ഞോണ്ട് ഇയാൾ എന്തിനാ പറയുന്നത്? ഞാൻ മുസ്ലിം അല്ല, ഞാൻ വേറെ ആണ് എന്നൊക്കെ പറഞ്ഞ അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യാന്? അതെ, പിന്നെ എല്ലാവരുടെയും വീട്ടിൽ മുല്ലയും തെറ്റി തുളസിയും മുല്ലയും തെറ്റി എല്ലാവരും ഈ നാട്ടില് എല്ലാവരും എന്തിനാ അതൊക്കെ ചില ആളുകൾക്ക് മാത്രം ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത്? ഇത്ര മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റാ നടത്തുന്നത്. എല്ലാവർക്കും മാർക്കിടാൻ ആരാണ്? പിന്നെ മത്സ്യത്തിന്റെ മണമുള്ള മണ്ണ് കൊണ്ടുവന്നിട്ടെന്നൊക്കെ പറയാം. എന്തൊരു മോശം സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. ഇങ്ങനെ പ്രസംഗിക്കുമ്പോ കേട്ടിരുന്ന വേദി കുറെ ബഹുമാന്യ ദേഹങ്ങളൊക്കെ ചിരിക്കുകയും ചെയ്തതാണ്. അപ്പൊ അമ്പലക്കുളത്തിനകത്ത് മത്സ്യം ഉണ്ടല്ലോ, ആ മത്സ്യക്കുളത്തിലെ മത്സ്യമുള്ള മണ്ണിട്ടത്. അതെ, മത്സ്യത്തിന്റെ മണമുള്ള മണ്ണിട്ടത്. അത് പറയുന്നത് ഒരു അതിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ, എന്തിനാ അത് പറയുന്നതെന്ന്. തീർച്ചയായും. പിന്നെ നേരെ വാ നേരെ പോ എന്നുള്ള വഴിയിലൂടെ സഞ്ചരിച്ചാൽ അദ്ദേഹം ഒരിടത്തും എത്തില്ല എന്നത് നന്നായിട്ട് മനസ്സിലായിരുന്നു. ഞങ്ങൾ ചോദിക്കട്ടെ, കഴിഞ്ഞ 5 വർഷക്കാലം ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും കാര്യം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? കൃഷിക്കാരുടെ സമരം നടന്നു, തൊഴിലാളികളുടെ സമരം നടക്കുന്നു, നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ സമരം നടക്കുന്നു, ഗവൺമെന്റിന് അനുകൂലമായും പ്രതികൂലമായും ഉള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ എവിടെയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം? ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താ? അപ്പോൾ ഈ 60 വർഷക്കാലത്തെ ചരിത്രമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളു പൊള്ളയായിരുന്നു എന്നല്ലേ അദ്ദേഹത്തിന്റെ സ്വയം വ്യക്തമാക്കുന്നത്. അതിലൊന്നും ഒരു കഴമ്പും ഉണ്ടായിരുന്നില്ല. ഒറ്റ രാത്രി കൊണ്ട് മാറാവുന്ന പ്രത്യയശാസ്ത്രമാണ് അദ്ദേഹം കൊണ്ടുനടന്നതെന്നാണ്. അത്രയ്ക്കുള്ള രാഷ്ട്രീയം അദ്ദേഹത്തിനുള്ളൂ. ഞങ്ങളൊക്കെ ധരിച്ചിരുന്നത് കുറച്ചൊക്കെ യുക്തിസഹമായും വസ്തുതാപരമായും സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സുധാകരൻ എന്ന ഞങ്ങളുടെ ഇതുവരെയുള്ള ധാരണകളെല്ലാം പൊളിച്ചടുക്കിയിരിക്കുന്നു. ഒരു യുക്തിയില്ല. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 5 കൊല്ലമായി ഞാൻ പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. അതേ നാക്കുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മെമ്പർഷിപ്പ് ഒഴിവാക്കിയതിന് ശേഷമാണ്, ഞാനൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല, സർവതന്ത്ര സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് ഘട്ടമായപ്പോഴാണ്. ഇതിലേതാ ശരി? അദ്ദേഹം വ്യക്തമാക്കട്ടെ. അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാൻ സർവതന്ത്ര സ്വതന്ത്രൻ, ജനകീയ സ്വതന്ത്രൻ, ഞാൻ ആരുടെയും വോട്ട് ചോദിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞു 55,000 വോട്ട്, 50,000 കോൺഗ്രസ് വോട്ട്, പിന്നെ 20,000 നിഷ്പക്ഷമതികളുടെ വോട്ട്, 15,000 CPM വോട്ട് അദ്ദേഹം തിരിക്കും, പിന്നെ ഒരു 5,000 BJP വോട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെ ജയിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അത് മാറ്റി പറഞ്ഞില്ല, നേരെ മറുകണ്ഠം ചാടി. അപ്പോ ഒരുതരം വിഭ്രാന്തിയിലായിരിക്കുന്നു. ഇവിടെ നാസർ ചൂണ്ടിക്കാണിച്ചതുപോലെ
ഒരു കമ്മ്യൂണിസ്റ്റ് മുൻ കമ്മ്യൂണിസ്റ്റ് ആയാൽ ഉണ്ടാകുന്ന ഒരു അപകടകരമായ അല്ലെങ്കിൽ അങ്ങേറ്റം അപഹാസ്യമായ സ്ഥിതിവിശേഷത്തെയാണ് ഇന്ന് നാം നേരിടുന്നത്. അതാണ് പ്രശ്നം. ഇന്ന് പറഞ്ഞിരിക്കുന്ന കെട്ടിവെച്ച കാശ് അതെ, കെട്ടിവെച്ച കാശ് കിട്ടില്ല. പുള്ളി 1996 കായംകുളത്ത് മത്സരിക്കുമ്പോൾ ഞാനും നാസറും ഞങ്ങൾ എല്ലാവരും പ്രവർത്തിച്ച് ഞാനും ബാബുജാനും വന്ന് വോട്ടെണ്ണാൻ കയറിയ ആളുകളാണ്. കൗണ്ടിങ് സ്റ്റേഷൻ അന്ന് രാവിലെ വോട്ടെണ്ണാൻ കയറി പിറ്റേന്ന് രാവിലെ ഫലം വരുത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മത്സരിച്ച സമയത്തെല്ലാം ഞങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഇന്നിപ്പോ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹം കോൺഗ്രസിൽ പോയി, ഞങ്ങൾ ഇടതുപക്ഷത്തിൽ തന്നെ നിൽക്കുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ട ജോലി നമ്മുടെ പാർട്ടി ചുമതലപ്പെടുത്തുന്ന ജോലി ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. കേരളം മുഴുവൻ പോകുന്നില്ല, ഇന്ത്യ മുഴുവൻ പോയിക്കൂടെ? അദ്ദേഹം തന്നെ സ്വയം പ്രസ്ഥാനമായി അധപ്പതിച്ചതിന്റെ പ്രശ്നം. അതെ അതെ, അദ്ദേഹം ഒരു വ്യക്തി എന്ന പ്രസ്ഥാനമായി അധപ്പതിച്ചതിന്റെ പ്രശ്നമാണ്. അദ്ദേഹം എല്ലാം വ്യക്തിനിഷ്ഠമായിട്ടാണ് കാണുന്നത്, വസ്തുതാപരമായി. തീർച്ചയായും വലിയ കാര്യമൊന്നും കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ നേരത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റുപോകും. ശരി, 2-3 സ്ഥലത്ത് തോറ്റല്ലേ? കുട്ടനാട്ടിൽ തോറ്റ്, കായംകുളത്ത് തോറ്റ്, അമ്പലപ്പുഴ തോറ്റ്. മനസ്സിലല്ലേ? തോക്കുമ്പോഴൊക്കെ എന്തറിയുക, ജയിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ജയിക്കും, തോക്കുമ്പോഴോ ഞങ്ങളെ തോപ്പിച്ചുമ്പോൾ ഞങ്ങളെ നടപടി. അതാ പുള്ളിയുണ്ടത്. അല്ലേ? അങ്ങനെ എടുത്തവരാ ഇവരൊക്കെ. മനസ്സിലല്ലേ? തോപ്പിക്കുമ്പോഴേ തോപ്പിച്ചതാണെന്ന് പറഞ്ഞ് പുള്ളി നടപടി തെളിയും. മനസ്സിലല്ലേ? അതാണ് പാർട്ടി നിന്നപ്പോൾ ഉള്ള സ്വഭാവം. പിന്നെ ഈ പാർട്ടി കാര്യമാണ്. അതെ അതെ അതെ, അതെ ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം രക്തസാക്ഷി ഭുവനേശ്വറിന്റെ ജ്യേഷ്ഠനല്ലേ. അദ്ദേഹം ഇപ്പോൾ ആ രക്തസാക്ഷിത്വമൊക്കെ തള്ളിപ്പറഞ്ഞത് വേറെ കാര്യം. ഞങ്ങൾ എല്ലാവരും അദ്ദേഹം ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചന്ദ്രവാസം ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ഇത്രയേ ഉള്ളെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഒരു സീറ്റ് കിട്ടിയില്ല, മത്സരിക്കാൻ പറ്റിയില്ല എന്ന നില വന്നു കഴിഞ്ഞപ്പോൾ ഈ രൂപത്തിലേക്ക് മാറാവോ? എക്സ്ട്രീം ആകാവോ ഇങ്ങനെ?